കോട്ടയത്ത് പ്രണയവിവാഹത്തിന്റെ പേരിൽ നവവരനെയും സുഹൃത്തിനെയും വീടാക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി. സംക്രാന്തി സ്വദേശി കെവിനെയും സുഹൃത്തിനെയുമാണ് അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയത്. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു. ഭാര്യയും ഭർത്തൃവീട്ടുകാരും പരാതിപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ പേരിൽ നടപടി വൈകിപ്പിച്ചതോടെ ഭാര്യ സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുകയാണ്. തന്റെ സഹോദരനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യം സ്ഥിരീകരിച്ച പോലീസ് പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമാക്കി. പ്രതി തെന്മലയിലുണ്ടെന്നാണ് വിവരം. ഞാനും കെവിൻചേട്ടനും തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നു. 2 വർഷമായി. എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ കെവിൻചേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നു. അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ മിസ്സിംഗ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കെവിൻചേട്ടൻ്റെ കൂടെ പോവാന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടുന്ന് എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാ. എന്നെ കെവിൻചേട്ടൻ തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു. അത് ഇന്നലെ വരെ കെവിൻചേട്ടനെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു, സംസാരിച്ചതോ. ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോയി കാണിച്ചപ്പം SI പറഞ്ഞു എനിക്ക് 21 വയസ്സുണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എന്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പം SI ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല, ഞാൻ കെവിൻചേട്ടൻ്റെ കൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അവര് എന്റെ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ എന്നെ പിടിച്ച് വലിച്ചിതുവഴി കൊണ്ടുപോയി. അല്ല പപ്പ. അപ്പൊ അവരാരും നോക്കി നിൽക്കുമ്പോയിരുന്നു. എങ്ങനെയോ അവര് 2 പേരുണ്ടായിരുന്നു. അവര് 2 പേരും ബലം പിടിച്ച് കൊണ്ടുപോയി. പക്ഷെ തിരിച്ച് ഞാൻ വന്നു, ഞാൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ ഇവിടെ ലെറ്റർ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് എന്നെ കെവിൻചേട്ടൻ്റെ കൂടെ വിട്ടതാ. എന്നെ കണ്ടാ കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. എന്റെ വീട്ടിൽ നിന്ന് വന്ന ഒരാങ്ങള ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ. പിന്നെ എന്റെ വീട്ടുകാരില് ആങ്ങള ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് ഇന്ന് രാവിലെ ഞാൻ ചേട്ടന്റെ കസിനെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഇന്നലെ അവര് മാന്നാനത്ത് വന്ന് വീട്ടിൽ വന്ന് കെവിൻചേട്ടന്റെ ചേട്ടനെയും കുറെ തല്ലി പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാ പറയുന്നത്. തട്ടിക്കൊണ്ടുപോയത് പുനലൂരിലേക്കായിരുന്നുവെന്ന് രക്ഷപ്പെട്ട സുഹൃത്ത്. മാരകായുധങ്ങളുമായി എത്തിയ 10 അംഗ സംഘം വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയെ തിരിച്ചെത്തിക്കണമെന്ന നിബന്ധനയോടെയാണ് വിട്ടയച്ചതെന്നും ഇയാൾ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എന്റെ മുറിയിലെ വാതിൽ ചവിട്ടി പൊളിച്ച് അവരെ കയറി വന്ന് എന്റെ തലയിൽ വടിവാള് വെച്ചിട്ട് വെളിയിലോട്ട് വാടാന്ന് പറഞ്ഞു. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഓടി വെളിയിൽ നോക്കിയപ്പോൾ മറ്റേ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, അമ്മാവന്റെ മകൻ. അവനെ കണ്ടില്ല. അവനെ കാണാതെ വന്നപ്പം അവർ തൊട്ട് പറയാൻ പിന്നെ വന്ന് എന്നെ അവിടെ ഇട്ട് കസേരയ്ക്ക് അടിച്ചിട്ട് വീണ്ടും വടിവാള് വെച്ചിട്ട് പറഞ്ഞു വണ്ടിയെ കയറാൻ പറഞ്ഞു. കയറ്റിയിട്ട് വണ്ടി കയറി അവിടെ നിന്നിട്ട് ഇടിയായിരുന്നു. രണ്ട് വണ്ടിയല്ലായിരുന്നു. അവനെ വേറൊരു വണ്ടിയല്ല കൊണ്ടുപോയത്. അവനെ ഞങ്ങളുടെ കൂട്ടുകാരന്റെ പെങ്ങളെ നീ തട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചതാണ് അവരിടിച്ചത്. ഏകദേശം അവര് പുനലൂർ കഴിഞ്ഞ് തെന്മല റൂട്ടിൽ തന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അന്നേരം അവർ എന്നാൽ പിന്നെ ഇവിടെ വെച്ച് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറക്കുമായിരുന്നു. സംസാരിക്കണം എന്ന് പറഞ്ഞ് വെളിയിലോട്ടിറക്കി എന്നെ ഇടിക്കാൻ വേണ്ടിയായിരുന്നു. അവർ മറ്റേ വണ്ടിയെ കരുതുന്നവരോട് എന്നെ ഇടിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് മറ്റവനെ കാണുന്നില്ല, അവൻ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു. അവനിപ്പോൾ കാണാൻ പോയി, നീ ഒരു കാര്യം ചെയ്യും, നിന്നെ ഞങ്ങൾ തിരിച്ചു വിടാം, പെണ്ണിനെ ഇറക്കി തരാമെന്നുണ്ടെങ്കിൽ തിരിച്ചു വിടാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അവരെന്നെ ഇടിച്ചിടിച്ച് അവസാനം ഞാൻ പറഞ്ഞ പെണ്ണിനെ ഇറക്കി തരാം, എന്നെ വിട്ടാൽ ഞാൻ ഇറക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഉപാധികളോടുകൂടിയാണ് എന്നെ അവർ വിട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് വൈശാഖ് കോമാട്ടിൽ ചേർന്നു. വൈശാഖ്, രാവിലെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്നത്, നടപടിയുണ്ടായില്ല. ഇപ്പോൾ ഇത്രയും സമയമായി ഇതൊരു വാർത്തയാവുകയും ചെയ്യുന്നു. എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? അനില, ഇപ്പോൾ 15 മണിക്കൂർ പിന്നിടുന്നു ഈ യുവാവിനെ കാണാതായിട്ട്. ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് അക്രമി സംഘം കെവിൻ എന്ന് പറയുന്ന സംക്രാന്തി സ്വദേശിയായ കെവിനെയും സുഹൃത്തിനെയും ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതുവരെ 2 വാഹനങ്ങളിലായി ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ സുഹൃത്തായ അനീഷിനെ ഇന്ന് രാവിലെ സംക്രാന്തിയിൽ കോട്ടയത്ത് ഇറക്കി വിടുകയും ചെയ്തു. പുനലൂർ ഭാഗത്തേക്കാണ് ഈ 2 വാഹനങ്ങളും പോയത്. ഇതിനിടയിൽ അവിടെ വെച്ച് ഈ കൂടെ ഉണ്ടായിരുന്ന അനീഷിന് ഛർദിൽ വന്നതിനെ തുടർന്ന് വഴി അരികിൽ ഇറക്കി വിടുകയായിരുന്നു. മറ്റൊരു നിബന്ധന കൂടി വെച്ചിട്ടായിരുന്നു അദ്ദേഹം
ഈ പറയുന്ന അനീഷിനെ ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ അനീഷിനെ ഈ കോട്ടയത്ത് തിരിച്ചുവിട്ടത് ഈ പെൺകുട്ടിയെ എത്തിച്ചു നൽകണം എന്നൊരു നിബന്ധന വെച്ചിരുന്നു. അത് ചെയ്യാമെന്ന അടിസ്ഥാനത്തിലാണ് അനീഷിന് കൃത്യമായി ഒരു മാരകമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മുഖത്തും അതുപോലെ തന്നെ തലയിലും മാരകമായ പരിക്കുകളുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ ഈ സമയമായിട്ടും ഇതുവരെ 15 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ യുവാവിനെ കാണാതായ കെവിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ സ്റ്റേഷനിലെ ഗാന്ധിനഗർ സ്റ്റേഷനിലെ എസ്ഐയുമായി സംസാരിച്ചിരുന്നു. എസ്ഐ പറയുന്നത് രാവിലെ ഇത്തരത്തിൽ പരാതിയുമായി പെൺകുട്ടി സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ പരാതി എടുക്കുക, പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല പരാതി എടുത്തിരിക്കുന്നത്. പിന്നീട് രക്ഷപ്പെട്ടെത്തിയ അനീഷിനെ ബന്ധുക്കൾ ഉൾപ്പെടെ ചേർന്നാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ അനീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുവെന്നാണ് അല്പം മുമ്പ് എസ്ഐ നമ്മളോട് പ്രതികരിച്ചത്. ഇതിൽ കൃത്യമായ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് ഇത്തരത്തിൽ യുവാവിനെ കെവിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ നിഗമനം. അല്ലെങ്കിൽ പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാൾ ഇന്നലെ വിദേശത്ത് നിന്നെത്തിയതാണ്. ഇയാൾ തെന്മലയിലുണ്ടെന്നും പോലീസ് വിവരം പറയുന്നു. ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് ലഭിക്കുന്ന വിവരം. അതല്ലാതെ യുവാവ് എവിടെയുണ്ടെന്നുള്ള കാര്യം ഇതുവരെ പോലീസിനെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇന്നലെ ഈ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പുനലൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ എത്തിയതായി കൂടെയുണ്ടായിരുന്ന തട്ടിക്കൊണ്ടുപോയ കെവിനോടൊപ്പം ഉണ്ടായിരുന്ന അനീഷ് മൊഴി നൽകിയിട്ടുണ്ട്. അവിടെ വെച്ച് കെവിൻ രക്ഷപ്പെട്ടതായി ഈ പറയുന്ന ആ അക്രമി സംഘത്തിലെ ചിലർ അവിടെ നിന്ന് പറയുന്നത് മൊഴിയായി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ നിഗമനം കെവിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. പക്ഷേ അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് കഴിയില്ല. കാരണം അവർ ഈ അക്രമി സംഘം ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞതായിരിക്കാം. അതിലൊരു കൃത്യത ഇപ്പോഴും നിലവിലില്ല. ഏതായാലും 15 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ യുവാവിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ച് കൃത്യമായി സൂചന ലഭിച്ചുവെന്ന് പോലീസ് പറയുമ്പോൾ പോലും തട്ടിക്കൊണ്ടുപോയ ഇവിടെ നിന്ന് കാണാതായ കെവിനെ കുറിച്ചൊരു സൂചന പോലും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. വൈശാഖ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ദമ്പതികൾക്കെതിരെ മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? കാരണം പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പിതാവിനൊപ്പം പോവാൻ നിർബന്ധിച്ചു പോലീസ് എന്ന്. തീർച്ചയായും നേരത്തെ സമാനമായ രീതിയിൽ പെൺകുട്ടിയെ കാണാൻ 2 വർഷത്തിലായി കെവിനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നു. ഈ വിവാഹബന്ധത്തെ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇത് തുടർന്ന് ഈ പെൺകുട്ടി കെവിനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ സ്റ്റേഷനിൽ എത്തി പെൺകുട്ടിയെ കാണാനില്ല മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും യുവാവും സ്റ്റേഷനിൽ ഹാജരായി. ഈ സമയം 21 വയസ്സ് പിന്നിട്ടതാണ് തനിക്ക് ഈ കെവിനോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ പോലും എസ്ഐയുടെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിയെ വീട്ടുകാർക്ക് പിടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പെൺകുട്ടിയുടെ പിതാവ് ഈ സ്റ്റേഷന് മുറ്റത്തിട്ട് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണെന്ന് പെൺകുട്ടിയും അതുപോലെ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. കൂടാതെ ആ പെൺകുട്ടിയോടൊപ്പം അന്ന് കെവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അന്ന് ഈ ഇത്തരത്തിൽ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയത് ഈ ഗാന്ധിനഗർ സ്റ്റേഷനിലെ എസ്ഐ ഉൾപ്പെടെ ആണെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇതുവരെ അതിൽ തുടർന്നുള്ള സംഭവങ്ങൾ തന്നെയാണ് കൃത്യമായി ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ആ സമയം പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇരുവരെയും തട്ടിക്കൊണ്ടുപോയതെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പറയുന്ന ഗാന്ധിനഗർ സ്റ്റേഷനിലെ പോലീസ് വാഹനം ആ സമയത്ത് ആ പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു. അത് കൃത്യമായി കണ്ടവരുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തെ ഒരുപക്ഷെ പോലീസിന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പോലീസിന് കൃത്യമായ ധാരണയുണ്ട് ഇതാരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന്. എന്നിട്ടും ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല. മറ്റൊരു കാര്യം, ഈ ഇവിടെ നിന്ന് ഉപാധികളോടെ ഇവിടെ ഇറക്കിവിട്ട കെവിന്റെ സുഹൃത്ത് അനീഷിന്റെ മൊബൈലിലേക്ക് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ അംഗങ്ങൾ കൃത്യമായി ഫോൺ ചെയ്തിരുന്നു. ഇതിന് തന്നെ എന്താണ് ഇവിടുത്തെ നീക്കങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഫോൺ നമ്പർ ഉൾപ്പെടെ പോലീസിനെ നൽകിയിരുന്നു. പക്ഷേ ആ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ആ ഫോൺ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പോലുള്ള നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 15 മണിക്കൂർ പിന്നിട്ടും ഈ യുവാവിനെ കണ്ടെത്താൻ സാധിക്കാത്തത്. ഇപ്പോൾ തെന്മലയിലുണ്ട് ഈ പ്രതി എന്നാണ് പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ തെന്മലയിലേക്ക് ഇവിടെ നിന്ന് ഒരു പോലീസ് സംഘം പോലും ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഉടൻ തന്നെ പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഗാന്ധിനഗർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും അന്വേഷണം പ്രതിയെ പിടികൂടുമെന്ന് തന്നെയാണ് ആരോപിതനായ എസ്ഐ ഉൾപ്പെടെ കഴിഞ്ഞ അല്പസമയം മുമ്പ് പറഞ്ഞത്. പ്രതിയെ സ്ഥിരീകരിച്ചിട്ട് കഴിഞ്ഞു. പെൺകുട്ടിയുടെ സഹോദരൻ തന്നെയാണെന്നുള്ള സ്ഥിരീകരണമാണ് എസ്ഐ നൽകുന്നത്. വൈശാഖ്, ഒറ്റ കാര്യം കൂടി വളരെ പെട്ടെന്ന്, ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ്? അല്പസമയം മുമ്പ് ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അതായത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ പരാതി നൽകിയിരുന്നു, പെൺകുട്ടിയെ കാണാനില്ല. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോയി എന്നാണ് എസ്ഐ നമ്മളോട് പറഞ്ഞത്. പെൺകുട്ടിയെ കാണാനില്ല എന്ന് മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇപ്പോൾ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം ഈരാറ്റുപേട്ടയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന മറുപടി. ഏതായാലും പെൺകുട്ടിയെ ഭാര്യയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി. സംക്രാന്തി സ്വദേശി കെവിനെയും സുഹൃത്തിനെയുമാണ് അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയത്.